ഉണ്ണിയമ്മേ കുമ്പടി വന്നു. മേഖലയിൽ ഡ്രഗ്സ് ഉപയോഗം ശക്തമാണെന്നുള്ളതാണ് റിപ്പോർട്ട് പറയുന്ന മറ്റൊരു കാര്യം. ശക്തമായിട്ട് ഉപയോഗിക്കുന്ന ഡ്രഗ്സ് ഏതൊക്കെയാ സിനിമാ മേഖലകളിൽ? ഈ റിപ്പോർട്ടിൽ പറയുന്നതാണ്, ഞാൻ പറയുന്നതല്ല. കലാകാരന്മാർക്ക് ഉപയോഗിക്കാനുള്ളതാണ് അല്ലേ? അങ്ങനെ എന്തോ പഴുന്നില്ലേ? എന്തോ ഡ്രഗ്സ് ഉപയോഗിക്കുന്നത് നിയമപരമാണ്. മദ്യവും സിഗരറ്റും ഡ്രഗ്സ് അല്ലേ? അത് ഉത്തരം പറ. അത് വേൾഡ് മോസ്റ്റ് വോസ്റ്റ് ഡ്രഗ്സ് എന്ന് പറഞ്ഞ് ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം വരുന്നത് ഏതൊക്കെയാണെന്ന് അറിയോ? സിഗരറ്റും ഡ്രിങ്ക്സും. പണ്ഡിതനാണെന്ന് തോന്നുന്നു, അർത്ഥം പറഞ്ഞൊന്നും കേട്ടില്ലേ? മദ്യവും മയക്കാൻ ഉപയോഗിക്കുന്ന ഡ്രഗ്സ് ആണ്. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? മദ്യവും പുകവലിയും അല്ലെങ്കിൽ സിഗരറ്റും ഡ്രഗ്സ് ആണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് ഡ്രഗ്സിന്റെ വിഭാഗത്തിൽ പെടും. മാരക, അതല്ല ഞാൻ പറഞ്ഞേ. ദൈവമേ, ഇത് രണ്ട് കക്ഷികൾക്കും ചേർത്ത് ഒറ്റ വിധിയാണെന്നാണ് തോന്നുന്നത്. മദ്യവും സിഗരറ്റും ലഹരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, അത് നമ്മുടെ സമൂഹത്തെ വളരെയധികം ബാധിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു സംസാരം. കവി തല്ലു വാങ്ങിയിട്ടേ പോകുന്നാ തോന്നുന്നത്. ജയിലിൽ പോയത് എന്തിനാണെന്ന് അറിയില്ലേ? ജയിലിൽ പോയത് എന്തിനാണെന്ന് അറിയില്ല. ജയിലിൽ പോയതല്ലേ അവിടെ ഇങ്ങനെയൊക്കെ നടന്നോട്ടെ. ബുദ്ധിക്ക് ഒരു 5 പൈസ കുറവുള്ള ആളാ അയാൾ. എന്താ എപ്പോഴാ ചെയ്യണെന്ന് പറയാൻ പറ്റില്ല. അത് നിങ്ങൾ സമ്മതിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് സംസാരിക്കണം. ഞാൻ ജയിലിൽ പോയ കഥയൊക്കെ നിങ്ങൾക്ക് അറിയാമോ? ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ? വിട്ടവളി ആന പിടിച്ചാ കിട്ടൂ. എല്ലാവർക്കും സന്തോഷമായല്ലോ? എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.